ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതിനായിട്ട് ഉദ്ദേശിക്കുന്നത് ദ ഫിനാൻഷ്യൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രണ്ട് മൂന്ന് തിയറികൾ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ കണ്ടു കഴിഞ്ഞതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ദ ഫിനാൻഷ്യൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഡെവലപ്പ് ചെയ്ത് ജെയിംസ് ഡ്യൂസൻബറി, കേട്ടിട്ടുള്ള പേരാണ്. ജെയിംസ് ഡ്യൂസൻബറി എന്ന് പറയുന്ന എക്കോണമിസ്റ്റാണ് ദ ഫിനാൻഷ്യൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഫിനാൻഷ്യൽ തിയറി പറയുന്നത് ഏതൊരു ഫേമും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത് അതിൻ്റെ കോസ്റ്റ് ഓഫ് ഫണ്ട്സ്, അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട്സിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഏതൊരു ഫേമും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ് ഡ്യൂസൻബറി ആദ്യമായിട്ട് പറയുന്നത്. സോ എനി ഫേം വിൽ ടേക്ക് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ബൈ കമ്പയറിംഗ് ഇറ്റ്സ് കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദി റേറ്റ് ഓഫ് റിട്ടേൺ, ദാറ്റ് ഈസ് ദ പ്രോഫിറ്റ് വിച്ച് റിസീവ്ഡ് ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ദ കോസ്റ്റ് ഓഫ് ഫണ്ട്സ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ആ രണ്ട് ഘടകങ്ങളിൽ ആദ്യത്തെ ഘടകമാണ് കോസ്റ്റ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഒരു ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് അതിൻ്റെ ഫണ്ട്സ് എവിടെ നിന്നെല്ലാം കിട്ടുന്നു, അതിൻ്റെ കോസ്റ്റ് ഏതെല്ലാം രീതിയിലാണെന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് കാണേണ്ടത്. പ്രധാനമായിട്ടും ഒരു ഫേമിന് മൂന്ന് രീതിയിലാണ് അതിൻ്റെ ഫണ്ട്സ് കിട്ടുന്നത്. There are three sources of funds to a firm for its investment. And three sources. അതിൽ ആദ്യത്തെ സോഴ്സസ് എന്ന് പറയുന്നത് റീറ്റെയിൻഡ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഫേംസ് ഓൺ ഫണ്ട്സ് ആണ്, OWN. ഫേമിൻ്റെ സ്വന്തം ഫണ്ട്സ്, ഓൺ ഫണ്ട്സ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് പ്രോഫിറ്റ്സ്. ആൻഡ് ദ സെക്കൻഡ് സോഴ്സ് ഈസ് ബോറോയിങ് ഫ്രം ബാങ്ക്സ് ഓർ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് ദ തേർഡ് സോഴ്സ് ഈസ് ഇക്വിറ്റി ഫണ്ട്സ്, ദാറ്റ് ഈസ് റൈസ് ഫണ്ട്സ് ഫ്രം ബൈ ഇഷ്യൂയിങ് ഷെയർസ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള സോഴ്സ് ഓഫ് ഫണ്ട്സാണ് ഏതൊരു ഫേമിനും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ കോസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീറ്റെയിൻഡ് പ്രോഫിറ്റ്സ്. റീറ്റെയിൻഡ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീറ്റെയിൻഡ് പ്രോഫിറ്റ്സ് മീൻസ് ഫേംസിൻ്റെ ഓൺ ഫണ്ട്സാണ്. ഫേംസിൻ്റെ ഓൺ ഫണ്ട്സാണ് റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫേം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി അതിൻ്റെ കയ്യിലുള്ള സ്വന്തം ബാക്കി ലെഫ്റ്റ് ചെയ്ത് വരുന്ന ബാക്കിയുള്ള ഫണ്ട്സിനെയാണ് ഫേംസിൻ്റെ ഓൺ ഫണ്ട്സ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. റീറ്റെയിൻഡ് പ്രോഫിറ്റ്സ് അപ്പോൾ ഫേമിൻ്റെ സ്വന്തം ഫണ്ടാണ്. അവിടെ അതിന് അഡീഷൻ ആ ഫണ്ടിന് വേറെ കോസ്റ്റ് ഒന്നുമില്ല. സോ ദ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഫണ്ട്സ് ഈസ് സീറോ. ഫേംസിന് ദർ ഈസ് നോ കോസ്റ്റ് ഫോർ ദാറ്റ് ഫണ്ട്സ്. റീറ്റെയിൻഡ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ ഓൺ ഫണ്ടാണ്. അത് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഫേമിൻ്റെ കിട്ടുന്ന ലെഫ്റ്റായിട്ട് പ്രോഫിറ്റിൻ്റെ ബാക്കിയുള്ള എമൗണ്ടാണ്. അത് ഒരു ഫേമിൻ്റെ ഓൺ ഫണ്ടാണ്, അതിന് കോസ്റ്റ് ഇല്ല, കോസ്റ്റ് സീറോ ആണ്. രണ്ടാമത്തെ സോഴ്സ് ഞാൻ പറഞ്ഞു ബോറോയിങ് ആണ്. ബോറോയിങ് ഫ്രം ബാങ്ക്സ്. അവിടെ കോസ്റ്റ് ഉണ്ട്. എന്താണ് കോസ്റ്റ്? ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ലോൺസ്. ബോറോയിങ് എന്ന് പറഞ്ഞാൽ ബാങ്കുകളിലെ ബോറോയിങ് ആണ് രണ്ടാമത്തെ സോഴ്സ്. അതിന് കോസ്റ്റ് ഉണ്ട്. ആൻഡ് കോസ്റ്റ് ഓഫ് സച്ച് ഫണ്ട്സ് ഈസ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. അപ്പോൾ അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ആശ്രയിച്ചിട്ടാണ് ബോറോയിങ് നിൽക്കുന്നത്. ഹയർ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്തോറും ഈ ബോറോയിങ് ഫണ്ട്സിൻ്റെ കോസ്റ്റും ആ സോഴ്സിൻ്റെ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി ഫണ്ട്സ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട്, ഇക്വിറ്റി ഷെയർസ് ഇത് ചെയ്തുകൊണ്ട് ഫണ്ടുകൾ ഫേമിനെടുക്കാം. മൂന്നാമത്തെ ഫണ്ടിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി വഴിയാണ്. ഇങ്ങനെ ഷെയറുകൾ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫണ്ട്സ് എടുക്കാം. ഇതിനെന്താണ് കോസ്റ്റ്? ക്യാപിറ്റൽ മാർക്കറ്റിൽ അതിൻ്റെ ഷെയറുകളുടെ പ്രൈസസിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് അതിൻ്റെ ഫേംസിന് നഷ്ടവും സംഭവിക്കാം, ലാഭവും സംഭവിക്കാം. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഷെയർ പ്രൈസസ് ആണ്. അതും ഒരിടത്തിൽ പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ച്. പക്ഷേ റേറ്റ് ഓഫ് മറ്റതുപോലെ അത്രയും ഷാർപ്പല്ല. അതും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് ഈ ഇക്വിറ്റിയുടെ അതായത് ഷെയറുകളുടെ പ്രൈസസിലും വ്യത്യാസം വരാം. സോ അവിടെയും ഒരു കോസ്റ്റ് ഉണ്ട്. അതായത് ഫേംസിൻ്റെ അവസാനത്തെ രണ്ട് സോഴ്സസിലും, അതായത് സെക്കൻഡിലും തേർഡ് സോഴ്സസ് ബോറോയിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഇക്വിറ്റി ഫണ്ട്സ് ആണെങ്കിലും അതിൻ്റെ രണ്ടിനും കോസ്റ്റ് ഉണ്ട്. അതേസമയം ഓൺ ഫണ്ട്സ്, ഫേം അതിൻ്റെ സ്വന്തം ഫണ്ട്സാണ് റേസ് ചെയ്യുന്നതെങ്കിൽ അതിന് കോസ്റ്റ് ഇല്ല. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് ഒരു ഫേമിൻ്റെ ടോട്ടൽ കോസ്റ്റ് കർവ്, അതിന് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് എന്നാണ് പറയുന്നത്. MCF കർവ് എന്നാണ് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് കർവ്. അപ്പോൾ MCF കർവ് എന്ന് പറയുന്നത് അതിന് 3 പാർട്ടുണ്ട്. അതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ദർ ആർ 3 പാർട്ട്. അതിന് 3 പാർട്ടുണ്ട്. അതിൻ്റെ ആദ്യ പാർട്ട് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ പോർഷനാണ്. ആ ഹൊറിസോണ്ടൽ പോർഷൻ സൂചിപ്പിക്കുന്നത് റീറ്റെയിൻഡ് പ്രോഫിറ്റ്സ് ഡിവിഡൻഡ്. അതിൻ്റെ റീറ്റെയിൻഡ് പ്രോഫിറ്റ്സും അതിൻ്റെ ഡിവിഡൻറ്റുമായിട്ടുള്ള ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേമിൻ്റെ ഓൺ ഫണ്ടാണത്. അതിന് കോസ്റ്റ് സീറോ ആണ്. അതുകൊണ്ട് അതൊരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പോർഷൻ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ പോർഷൻ, അതായത് എ റീജിയൻ വരെ അപ് ടു പോയിൻറ്റ് A റീജിയൻ വരെ അതിൻ്റെ ഓൺ ഫണ്ടാണ്. അതിന് കോസ്റ്റ് സീറോ ആണ്.
അപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിനെ സ്വാധീനിക്കാത്തത് കൊണ്ട് ഇവിടെ കോസ്റ്റ് 0 ആണ്. അപ് ടു പോയിന്റ് എ ദ കോസ്റ്റ് ഓഫ് ഫണ്ട്സ്, അതായത് MCF കർവ്, MCF കർവാണ്, മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് കർവ്, MCF കർവാണിത്. അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സിൻ്റെ ആദ്യത്തെ പോർഷൻ, അതായത് പോയിന്റ് എ വരെ അതിൻ്റെ കോസ്റ്റ് 0 ആണ്, ദർ ഈസ് നോ കോസ്റ്റ്. ഇനി രണ്ടാമത്തെ പോർഷൻ അപ് ടു പോയിന്റ് എ ടു ബി, എ തുടങ്ങി ബി വരെയുള്ള പോയിന്റ്, എ തുടങ്ങി ബി വരെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് ബോറോയിങ് ആണ്. അവിടെ ഒരു കോസ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ തികച്ചും അപ്വേർഡ് സ്ലോപ്പിംഗ്, നേരെ ഇൻട്രസ്റ്റ് റേറ്റിൽ എത്ര വർധന ഉണ്ടാകുന്നോ അതിനനുസരിച്ചിട്ട് തന്നെ അതിൻ്റെ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കും. ഹയർ ദ ഇൻട്രസ്റ്റ് റേറ്റ്, ഹയർ വിൽ ബി ദ കോസ്റ്റ് ഓഫ് ദീസ് ഫണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഈ ബോറോയിങ്ങിൽ വരുന്ന കോസ്റ്റ് വർധന അനുസരിച്ചിട്ട് അത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ ബോറോയിങ് ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റും അത് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതൊരു അപ്വേർഡ് സ്ലോപ്പിംഗ് പോർഷനാണ്. ഇതിൻ്റെ അവസാനത്തെ പോർഷൻ, അതായത് ബി തുടങ്ങി സി വരെയുള്ള ഈ പോർഷൻ എന്ന് പറയുന്നത് അത്ര ഷാർപ്പായിട്ട് റൈസ് ചെയ്യുന്നതല്ല, ഒരു മോഡറേറ്റ് ലെവലിൽ റൈസ് ചെയ്യുന്ന ഒരു പോർഷനാണ്. അതിൻ്റെ അർത്ഥം അത് ഇക്വിറ്റി പാർട്ടാണ്. ഫേമിൻ്റെ മൂന്നാമത്തെ സോഴ്സ് ഓഫ് ഫണ്ട്സായ ഇക്വിറ്റി ഫണ്ടിങ് ആണ് അത് കാണിക്കുന്നത്. ബി തുടങ്ങി സി വരെയുള്ള പോർഷൻ അത് ഒരു മീഡിയം ലെവൽ, മോഡറേറ്റ് ലെവലിലാണ് അത് റൈസ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് അതിനെ സ്വാധീനിക്കുന്നു, പക്ഷേ ബോറോയിങ് പോലെ അത്ര ഷാർപ്പായ വർധനവ് ഇവിടെ അത് ഉണ്ടാകുന്നില്ല. മറ്റു രീതിയിൽ പറഞ്ഞാൽ ഹയർ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഷെയർ പ്രൈസസ് വർദ്ധിക്കുന്നത് വഴി ഫേമിൻ്റെ കോസ്റ്റ്, ഇൻട്രസ്റ്റ് റേറ്റും ഷെയർ പ്രൈസ് തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കഴിയുമ്പോൾ ഫേമിൻ്റെ ഷെയർ പ്രൈസസ് കുറയും, അതുവഴി ഒരു ഫേമിൻ്റെ ഫണ്ട്സിൻ്റെ കോസ്റ്റ് കുറയും, അല്ലെങ്കിൽ ഫണ്ട്സിൻ്റെ അതിൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ ആ ഒരു ഇത് മാത്രം കൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ അത്ര ഷാർപ്പായ രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ MCF കർവിന് ഇങ്ങനെ 3 പാർട്ടാണുള്ളത്. അതിൻ്റെ ആദ്യ പാർട്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പോർഷൻ, അത് ഓൺ ഫണ്ട്സ് ആണ്. അവിടെ കോസ്റ്റ് 0, അതാണ് റീറ്റെയിൻഡ് ഫണ്ട്സ് പ്ലസ് ഡിവിഡൻഡ്, RFD എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ് ടു പോയിന്റ് എ അവിടെ കോസ്റ്റ് 0 ആണ്. MCF കർവിൻ്റെ ആദ്യത്തെ പോർഷനാണിത്. രണ്ടാമത്തെ MCF കർവിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് A to B തുടങ്ങിയുള്ള പോർഷൻ, ഷാർപ്പായിട്ട് റൈസ് ചെയ്യുന്ന പോർഷൻ, ഷാർപ്പിലി റൈസിങ് അപ്വേർഡ് സ്ലോപ്പിംഗ് പോർഷൻ. ദാറ്റ് ഷോസ് ദി ബോറോയിങ് ഫണ്ട്സ്, ബോറോഡ് ഫണ്ട്സ് ആണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഫൈനൽ പോർഷൻ എന്ന് പറയുന്നത് ഇക്വിറ്റി ഫണ്ട്സുമാണ് സൂചിപ്പിക്കുന്നത്. അത് വളരെ മോഡറേറ്റ് ലെവലിൽ റൈസ് ചെയ്യുന്ന പോർഷനാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് ഫേമിൻ്റെ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് അല്ലെങ്കിൽ MCF കർവിനെ തീരുമാനിക്കുന്നത്. സോ ദ MCF കർവ് ഹാസ് 3 പാർട്സ്. അത് ഏകദേശം പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു എസ് ഷേപ്പ്ഡ് കർവാണ്. ഇങ്ങനെ എസ്സിൻ്റെ ആദ്യത്തെ പോർഷൻ ഇങ്ങനെ, പിന്നെ നമ്മളിങ്ങനെ ഒരു എസ് ഷേപ്പ്ഡ് കർവാണ്. ഏകദേശം ഒരു എസ്സിൻ്റെ, ഇംഗ്ലീഷ് അക്ഷരത്തിലെ എസ്സിൻ്റെ ഷേപ്പിലുള്ള ഒരു കർവാണ്. പൂർണ്ണമായിട്ടും അല്ലെങ്കിലും, കാരണം അതിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെ ഒരു നേരെ ഇതായിട്ടും പിന്നെ ഷാർപ്പായിട്ട് റൈസ് ചെയ്യുന്നതും അവസാനം പിന്നെ ഫ്ലാറ്റായിട്ട് പോകുന്നതുമായിട്ടുള്ള ഒരു പോർഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു എസ് ഷേപ്പ്ഡ് കർവാണ് ഈ MCF കർവ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതാണ് ഫേമിൻ്റെ ആദ്യ ഇത്. ഇനി രണ്ടാമത്തെ ഫേമിൽ ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കോസ്റ്റ് ഓഫ് ഫണ്ട്സും അതുപോലെ തന്നെ റിട്ടേണും കമ്പയർ ചെയ്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത് പറഞ്ഞു. റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു വെച്ചിട്ടാണ്, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് MEI എന്ന് പറയുന്ന ഒരു കർവിനെ വെച്ചുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. MEI കർവ് ഷോസ് ദി മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എ ഗിവൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതിൻ്റെ റിട്ടേൺ ആണ്. അതായത് ഒരു ഇതിൽ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അതിൽ നിന്ന് എത്ര റിട്ടേൺ പ്രതീക്ഷിക്കുന്നു, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇറ്റ്സ് ലൈഫ് ടൈം. അതാണ് നമ്മൾ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് പറയുന്നത്. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം എ ഗിവൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കോൾഡ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ റിട്ടേണിനെ സൂചിപ്പിക്കേണ്ട കർവാണ് MEI കർവ്. MEI കർവ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവായിരിക്കും എന്ന് പറയേണ്ട കാരണം എന്താണ്, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്തോറും, അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്തോറും ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേൺ കുറഞ്ഞു വരികയും ചെയ്യും. സോ വെൻ there will be more and more investment, the capital stock increases and the rate of return ഡിക്രീസസ്. അപ്പോൾ MEI കർവ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവായിരിക്കും. അതായത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ എക്കോണമിയിൽ നടത്തും തോറും ഓരോന്നിൻ്റെയും അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഇങ്ങനെ കുറഞ്ഞു വരും. കാരണം ദ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസസ്. അപ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്തോറും MEI ഇങ്ങനെ കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ MEI കർവ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവായിരിക്കും.
അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഈക്വാലിറ്റിയിലൂടെയാണ് ഈ ഫിനാൻഷ്യൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇത് നിങ്ങൾ മെയിൻ ഡയഗ്രത്തിലേക്ക് നോക്കുക. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇതും അതുപോലെ വൈ ആക്സിസിൽ നമ്മൾ അതിൻ്റെ റേറ്റ്, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പല കോസ്റ്റുകളുണ്ടെങ്കിലും മേജർ കോസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ് വൈ ആക്സിസിൽ മെഷർ ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. ആലോചിക്കുക, കോസ്റ്റ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലാതെ ചില വേറെ അഡീഷണൽ കോസ്റ്റുകളൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. പക്ഷേ മേജർ കോസ്റ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ഈ കോസ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമാണ്. അതുപോലെ ഇത് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ എം സി എഫ് കർവ്, നമ്മളിവിടെ വരച്ച എം സി എഫ് കർവ് തന്നെയാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. സ്മൂത്തായിട്ട് വരച്ചിരിക്കുന്നതേ ഉള്ളൂ. രണ്ട് എം സി എഫ് കർവുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പൊസിഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് പൊസിഷൻ ഈസ് പോയിന്റ് ഇ. പോയിന്റ് ഇ എന്ന് പറയുന്ന പൊസിഷൻ നോക്കാം. അത് ആദ്യത്തെ എം സി എഫ് കർവും അതുപോലെ തന്നെ ആദ്യത്തെ എം ഇ ഐ കർവും. അപ്പോൾ ഇത് കോസ്റ്റ് ഓഫ് ഫണ്ട്സും ഇത് റിട്ടേൺ കാണിക്കുന്ന കർവും. അപ്പോൾ എം സി എഫ് കർവും എം ഇ ഐ കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇയിലാണ് ഫേമിൻ്റെ ആദ്യത്തെ ഇക്വിലിബ്രിയം പൊസിഷൻ. ദാറ്റ് ഈസ് പോയിന്റ് ഇ. അവിടെ വെച്ച് എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ആർ. ഒ ആർ ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സ് ആക്സിസിലേക്കുള്ള ഒ വൈ ആണ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ദ പോയിന്റ് ഇ. ഇതാണ് ഫേമിൻ്റെ ആദ്യത്തെ ഇക്വിലിബ്രിയം പൊസിഷൻ, ദ ഇനീഷ്യൽ പൊസിഷൻ. ഇവിടെ വെച്ചിട്ടാണ് ചേഞ്ച് സംഭവിക്കുന്നത്. ആൻഡ് സപ്പോസ് ഹിയർ ദി മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫാൾസ്. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആറിൽ നിന്ന് R1 ആയിട്ട് കുറഞ്ഞു. അതായത് ആറിൽ നിന്ന് R1 ആയിട്ട് കുറഞ്ഞു. അതായത് താഴെ ഇവിടെ R1 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഫലമായിട്ട് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നതിൻ്റെ ഫലമായിട്ട് എം സി എഫ് കർവ് നമ്മുടെ, കാരണം കോസ്റ്റ് കുറഞ്ഞു. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്, ബോറോയിങ്ങിൻ്റെ നമ്മൾ മേജർ കോസ്റ്റ് ആ കോസ്റ്റ് കുറയുന്നു. അപ്പോൾ ബോറോയിങ്ങിൻ്റെ കോസ്റ്റ് കുറയുന്നതുകൊണ്ട് എം സി എഫ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പ് താഴേക്ക് പോകുന്നു. കാരണം എന്താണ്, വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിക്രീസസ് ദ കോസ്റ്റ് ഓഫ് ബോറോയിങ് വിൽ റെഡ്യൂസസ്. കോസ്റ്റ് ഓഫ് ബോറോയിങ് കുറയുന്നതുകൊണ്ട് തന്നെ എം സി എഫ് കർവ് എം സി എഫിൽ നിന്ന് എം സി എഫ് 1 ആയിട്ട് താഴോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ഇക്വിലിബ്രിയം സംഭവിക്കുന്നത് ഈ 1-ലാണ്. എം ഇ ഐ കർവിൽ മാറ്റമൊന്നുമില്ല. റിട്ടേൺ അത് തന്നെ, റിട്ടേണിൽ ഇവിടെ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇതിന് കോസ്റ്റ് കുറഞ്ഞതുകൊണ്ട് എം സി എഫ് കർവ് എം സി എഫ് 1 ആയിട്ട് കുറഞ്ഞു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R1-ലായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വിലിബ്രിയം വരുന്നത് E1-ലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് ഫ്രം I2 I1. അപ്പോൾ അതൊരു ചെറിയ ഇൻക്രീസ് ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായി. എനിക്കറിയാം, ചെറിയൊരു ഇൻക്രീസാണ് ഇൻവെസ്റ്റ്മെൻറ്റ് I1 നിന്ന് I ആയിട്ട് ഇൻക്രീസ് ചെയ്തു. കാരണം ഇതെന്താ സംഭവിച്ചത്, എൻ്റെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കർവ് ഡിക്രീസസ്. അതായത് എം സി എഫ് കർവ്, അതായത് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കർവ് അത് ഡിക്രീസ് ചെയ്തപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അളവ് OIയിൽ നിന്ന് I1 ആയിട്ട് കൂടി. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വരുന്ന കുറവ് കൊണ്ട് എം സി എഫ് കർവ് താഴെ പോവുകയും അതിൻ്റെ ഫലമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് Iയിൽ നിന്ന് I1 ആയിട്ടൊരു സ്മോൾ ഇൻക്രീസ്, ഒരു മാർജിനൽ ഇൻക്രീസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. ഇനി അടുത്ത കേസിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്, ഇപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ അപ്പോൾ ഇവിടെ നമുക്ക് എം ഇ ഐയിൽ മാറ്റമൊന്നുമില്ല, റേറ്റ് ഓഫ് റിട്ടേണിൽ ഈ കേസിൽ മാറ്റമൊന്നുമില്ല. ഇനി ഈ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് ഈ എം ഇ ഐയും ഇൻക്രീസ് ചെയ്തു. എം ഇ ഐ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? എം ഇ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പക്ഷേ പ്രോഫിറ്റ് കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇക്കോണമിയിലെ പല കാര്യങ്ങളും, ഇപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് ഇക്കോണമിയിലൂടെ ഒരു ബൂം സിറ്റുവേഷൻ കൊണ്ട് ഷാർപ്പ് ഡിമാൻഡിൽ വരുന്ന ഇൻക്രീസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇക്കണോമിക് പോളിസിയുടെ, ഒരു മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസിയുടെ ഒരു എഫക്റ്റ്, ടാക്സ് റേറ്റ് കുറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എഫക്റ്റ് ആവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ എം ഇ ഐ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ വർദ്ധിക്കാം. അങ്ങനെ വരുമ്പോൾ റിട്ടേൺ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്താണ്, എം ഇ ഐ കർവിൽ ഷിഫ്റ്റ് അപ്വേർഡ്, ME2 ME1, എം ഇ ഐ കർവ് കൂടുന്നു. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എക്സ്പെക്ടേഷൻ കൂടുന്നു. അപ്പം അതിൻ്റെ കാരണങ്ങളാണ് ഇനി പറഞ്ഞത്. കൺസപ്ഷനിൽ വരുന്ന വർധനവ്, ഇക്കോണമിയിലെ ബൂം, ഒരു പോളിസി, ടാക്സ് പോളിസിയുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പോളിസിയുടെ, മോണിറ്ററി പോളിസിയുടെയോ ഫിസ്ക്കൽ പോളിസിയുടെ ഇമ്പാക്റ്റ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും എം ഇ ഐ കർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ കർവ് മാറ്റം സംഭവിക്കാം. അപ്പോൾ എം ഇ ഐ കർവിൽ ഷിഫ്റ്റ് ഫ്രം ME2 ME1. അപ്പോൾ നമ്മളുടെ പുതിയ എം സി എഫ് 1 കർവ് അവിടെ തന്നെ, നമ്മുടെ പുതിയ ആ പൊസിഷനിൽ തന്നെ. അപ്പോൾ ഇക്വിലിബ്രിയം എവിടെ വരും? ഇപ്പോഴത്തെ നമ്മളുടെ എം സി എഫ് പറയുന്നത് MCF1 ആണ്. MCF1-ഉം ME ഐയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് E2-ലാണ് പുതിയ ഇക്വിലിബ്രിയം വരുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇക്കോണമിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് റൈസ് ചെയ്യുന്നതാണ് ആറിൽ നിന്ന് R2 ആയിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? കൂടിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലും, അതായത് OR2 എന്ന് പറയുന്ന കൂടിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്തു? I1 നിന്ന് I2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇതിൻ്റെ കാരണം എന്താ? മാത്രമല്ല നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, I1 ഇൻക്രീസിനേക്കാൾ കൂടുതലാണ് I1 I2 ഇൻക്രീസ്. വൈ ദീസ്? ബിക്കോസ് കാരണം എന്തുകൊണ്ടാണ്? MEI കൂടി. MEI അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ വളരെയധികം വർദ്ധിച്ചത് കൊണ്ട് തന്നെ ഹയർ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലും, ഉയർന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ സംഭവിച്ചു. ഇതാണ് ഈ ഡ്യൂസൻബെറിയുടെ തിയറി പറയുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഫണ്ട്സും അതുപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേണും തമ്മിലുള്ള ആ ഒരു കമ്പാരിസണാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് എന്താ പറയുക, ആദ്യത്തെ കേസിൽ നമ്മൾ കണ്ടത് എന്താണ്? കോസ്റ്റ് ഓഫ് ഫണ്ട്സ് കുറഞ്ഞപ്പോൾ MCF കർവ് താഴെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെറിയൊരളവിൽ ഇൻക്രീസ് ചെയ്തു. പക്ഷേ രണ്ടാമത്തെ കേസിൽ നമ്മൾ കണ്ടത് എന്താണ്? കോസ്റ്റ് ഓഫ് ഫണ്ട്സിൽ മാറ്റമില്ലാതെ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ഇക്കോണമിയിലെ നോർമൽ പ്രോസസ്സ് കൊണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കോസ്റ്റ് ഓഫ് റേറ്റ് ഓഫ് റിട്ടേൺ ഇൻക്രീസ് ചെയ്തപ്പോൾ, MEI നിന്ന് MEI1 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ വെരി ഷാർപ്പ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇത് തമ്മിലുള്ള കമ്പാരിസണിലാണ് നിൽക്കുന്നത് കോസ്റ്റ് ഓഫ് ഫണ്ട്സും റേറ്റ് ഓഫ് റിട്ടേൺ. അതിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഒന്നല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് കുറയണം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻക്രീസ് ചെയ്യണം. അതിൽ റേറ്റ് ഓഫ് റിട്ടേണിലെ ഇൻക്രീസ് കോസ്റ്റ് ഓഫ് ഫണ്ട്സിൻ്റെ ഡിക്രീസിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനെ സ്വാധീനിക്കുകയും ചെയ്യും. ഇതാണ് ഫിനാൻഷ്യൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത്. ഹോപ്പ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.